വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ ലൈവ് ഇടുന്നത്. വയനാട് ദുരന്തത്തിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവാക്കിയ തുകയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ലോക മലയാളികൾ ഞെട്ടിപ്പോയി. ദുരിതബാധിതർക്ക് ചെലവായതിനേക്കാൾ തുകയാണ് വോളണ്ടിയർമാർക്കായി ചെലവായതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒരു മാധ്യമം ശേഖരിച്ച കണക്കുകളാണ് ഇത്. സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചിട്ടുള്ള കോടതി റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ദുരന്തത്തിൽ മരിച്ച 359 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് ചെലവായത് 2,76,00,000 രൂപയാണ്. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ വെച്ച് ചെലവായെന്നാണ് സർക്കാർ കണക്ക്. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഹർജിയിൽ സർക്കാർ നൽകിയ കണക്കുകളിലാണ് ഇതുള്ളത്. ഓഗസ്റ്റ് 17-നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആകെ 1555 വീടുകൾ, അത് പൂർണ്ണമായും 452 വീടുകൾ ഭാഗികമായും തകർന്നു. വസ്ത്രങ്ങളും പാത്രങ്ങളും എല്ലാം തകർന്ന വകയിൽ വലിയ നഷ്ടമുണ്ടായി. 2,500 രൂപ വീതം വസ്ത്രങ്ങളും പാത്രങ്ങളും വാങ്ങാൻ മാത്രം നൽകുന്ന വകയിൽ ചെലവായതാകെ 11 കോടി രൂപയാണ്. ദുരന്തത്തിന് ശേഷം അടുത്ത 90 ദിവസത്തേക്ക് ദുരിതബാധിതർക്ക് ഒരു ദിവസം 300 രൂപ കണക്കിൽ ആകെ നൽകുന്നത് 5,42,00,000 രൂപ. സൈനികരുടെയും വോളണ്ടിയർമാരുടെയും യാത്രാ ചെലവ് ആ ഇനത്തിൽ 4 കോടി രൂപ. ഇവർക്കുള്ള ഭക്ഷണം, വെള്ളം, ചിലവ് ഇനത്തിൽ 10 കോടി രൂപ. ഇവരുടെ താമസ ചെലവ് 15 കോടി രൂപ. ഇവർക്കുള്ള വൈദ്യസഹായത്തിന് 2,02,00,000 രൂപ. ദുരിതബാധിതരെ ഒഴിപ്പിക്കുന്നതിന് 12 കോടി രൂപ. ബേലി പാലത്തിന്റെ നിർമ്മാണത്തിന് 1 കോടി രൂപ. ടോർച്ച്, മഴക്കോട്ട്, കുട, ഗംബൂട്ടുകൾ തുടങ്ങിയവ വാങ്ങിയതിന് 2,98,00,000 രൂപ. ദുരന്ത സ്ഥലം പ്രധാന പട്ടണങ്ങളിൽ നിന്നും അകലെ ആയതുകൊണ്ടാണ് ചെലവുകൾ കുത്തനെ വർദ്ധിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ തെരച്ചിലിനും രക്ഷപ്പെടുത്തലിനുമായി 150 യന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. IBOD, ഡ്രോൺ, റഡാറുകൾ തുടങ്ങിയവയ്ക്ക് 3 കോടി രൂപയും JCB, ഹിറ്റാച്ചി ക്രെയിനുകൾ തുടങ്ങിയവയ്ക്ക് 15 കോടി രൂപയും മൃതദേഹങ്ങളുടെ DNA പരിശോധനയ്ക്ക് 3 കോടി രൂപയും ചെലവായി. ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണ ഇനത്തിൽ 8 കോടി രൂപ, വസ്ത്രങ്ങൾക്ക് 11 കോടി രൂപ, വൈദ്യസഹായം 8 കോടി രൂപ, ജനറേറ്റർ 7 കോടി രൂപ. സൈനികർ, ദുരിതബാധിതർ, മൃതദേഹങ്ങൾ, VIP-കളുടെ സന്ദർശനം എന്നിവയ്ക്കായി വ്യോമസേനയ്ക്ക് 17 കോടി രൂപ. തീർന്നില്ല. ദുരന്ത മേഖലയിൽ അകപ്പെട്ട വീടുകളിൽ ഒരു മാസത്തേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് 3 കോടി രൂപ. ഉരുൾപൊട്ടൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് ദിവസം 60 ലക്ഷം രൂപ വീതം 2 മാസത്തേക്ക് 36 കോടി രൂപയാണ് ചെലവ് വരുന്നത്. വെള്ളക്കെട്ടുകൾ നീക്കുന്നതിന് 3 കോടി രൂപയും ചെലവുണ്ട്. കാർഷിക ഭൂമിയിൽ നിന്ന് ചെളിയും മറ്റും നീക്കം ചെയ്യുന്നതിന് ഹെക്ടറിന് 18,000 രൂപ കണക്കിൽ ആകെ ചെലവ് 64,62,000 രൂപ. കാർഷിക ഭൂമി നഷ്ടമായവർക്ക് ഹെക്ടറിന് 47,000 രൂപ കണക്കിൽ ആകെ 47 ലക്ഷം രൂപ. പ്രദേശത്ത് ഏലം, കാപ്പി കർഷകർക്ക് 80,77,000 രൂപയും മറ്റു വിളകൾ നശിച്ചവർക്ക് 6,30,000 രൂപയും. പശുക്കളെ നഷ്ടമായവർക്ക് 84,37,000 രൂപയും ആടുകൾ നഷ്ടമായവർക്ക് 6,48,000 രൂപയും കോഴി കർഷകർക്ക് 1 ലക്ഷം രൂപയും കന്നുകാലികളുടെ ക്യാമ്പ് നടത്തിപ്പിന് 78,000 രൂപയും ചെലവായി. ഇതൊക്കെ കേട്ടപ്പോൾ ഞെട്ടിയോ? ഞെട്ടണ്ട. ചില വായിൽ പോയതെല്ലാം കോടികളാണ്. കോടികളുടെ കണക്കേയുള്ളൂ. ലക്ഷങ്ങളോ 10,000-ങ്ങളോ 1,000-ങ്ങളോ ഒക്കെ വിരലിൽ എണ്ണാവുന്നത് മാത്രം. കൊള്ളാം അല്ലേ? ഇതാണ് പിണറായി സർക്കാർ. ഇങ്ങനെ വേണം പിണറായി സർക്കാർ. പിണറായി സർക്കാർ പൊളിയാണ്. പിണറായി സർക്കാർ ഇങ്ങനെ ആഹാവും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റാത്ത കണക്കുകളാണ്. ഇനി എഴുതിയപ്പോൾ വല്ല പൂജ്യങ്ങൾ കൂട്ടി എഴുതിപ്പോയതാണോ എന്നൊരു സംശയവും നിലനിൽക്കുന്നു. ഈ കണക്ക് പുറത്തു വന്നപ്പോൾ ചില കമ്മികളൊക്കെ പറഞ്ഞത് ഇത് ഏകദേശ കണക്കുകളാണെന്നും ഇത് യാഥാർത്ഥ്യമല്ലെന്നും ഒക്കെ പറയുന്നുണ്ട്, ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലാക്കണം. അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കണം.